എല്ലാവരും ചോദിക്കുന്നത് മന്ത്രങ്ങൾ ജപിക്കാമോ, മന്ത്രങ്ങൾ ജപിച്ചാൽ ഗുണമെന്താണ്, മന്ത്രം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ ജപിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വിചാരിച്ചാൽ, ഇപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ പേപ്പർ കെട്ടിക്കഴിയുമ്പോൾ ഓം സം സരസ്വതീ നമ, ഓം ഐം സരസ്വതീ നമ ഇതൊക്കെ ചൊല്ലാം. അത് ഒരു കുറച്ച് നേരം എണ്ണാനും നിൽക്കണ്ട, പരീക്ഷാ ഹാളിലൊക്കെ എണ്ണാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഓം ഐം സരസ്വതിയേ നമ എന്ന് ചൊല്ലണം. ഓം ഗം ഗണപതായേ നമ ഇത് രണ്ടും ചൊല്ലണം. കാരണം ഗണപതി തടസ്സങ്ങൾ മാറ്റുന്ന ആളാണ്, സരസ്വതി വിദ്യയുടെ ആളാണ്. ഓം ഗം ഗണപതായേ നമ അതൊരു 3 പ്രാവശ്യം ചൊല്ലാം. ഓം ഐം സരസ്വതിയേ നമ അതൊരു 3 പ്രാവശ്യം ചൊല്ലിയിട്ട് പരീക്ഷ എഴുതുക. എഴുതിയ ശേഷവും പേപ്പർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചൊല്ലുക ഓം ഗം ഗണപതായേ നമ, ഓം ഐം സരസ്വതിയേ നമ ഇത് ചൊല്ലിയിട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചു പോയത് നല്ലതാണ്. ഓം ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം ജപിക്കാൻ നിൽക്കണ്ട, അതിനൊക്കെ നമുക്ക് ചിട്ടവട്ടങ്ങളുണ്ട്. രാമ 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 ഈ രാമരാമ മന്ത്രം എഴുതുകയും പറയുകയും ചെയ്യുമ്പോൾ വളരെ പവർഫുള്ളാണ് രാമരാമ മന്ത്രത്തിന്. അത് ചൊല്ലാം. പിന്നെ ഓം ഹം ഹനുമതേ നമാന്നും നമുക്ക് ചൊല്ലാവുന്നതാണ്. വണ്ടിയിലൊക്കെ ശുദ്ധമായിട്ട് പോവുകയാണെങ്കിൽ ചൊല്ലാം. അങ്ങനെ ചൊല്ലിയാലും വളരെ നല്ലതാണ്. കാരണം ആപത്തുകളൊന്നും വരാതെ സാധിക്കും. വായുപുത്രനാണ്, വായുപുത്രൻ ആപത്തുകളൊന്നുമില്ലാതെ മഹാദേവൻ്റെ ബീജം കൂടിയാണ്. അപ്പോൾ ആപത്തുകൾ ഉണ്ടാവില്ല.